ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുന്നു. ഇനി ഉമ്മമാരെ ശ്രദ്ധിച്ചോ. അയ്യുമംറഅത്തിൻ സഅലത സൗജഹ ത്വലാഖ മിൻ ഗൈരി ബഅസിൻ ഫഹറമല്ലാഹു അലൈഹാ റായിഹത്തൽ ജന്ന. എന്തെങ്കിലും പറഞ്ഞതുപോലെ ഭർത്താവിൽ നിന്ന് നേടാൻ കഴിയാതിരിക്കുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടാകുമ്പോ, നിങ്ങൾ എന്നെ ഒഴിവാക്കി എന്ന് പറയുന്ന ചില സ്ത്രീകളില്ലേ, യാതൊരു ലജ്ജയുമില്ലാതെ, ഒരൽപ്പവും ചിന്തയില്ലാതെ, ഒരൽപ്പവും വിവേകമില്ലാതെ സ്വന്തം ഭർത്താവിനോട് എന്തെങ്കിലും ഒരു ചെറിയ വിഷയത്തിന് ദേഷ്യം പിടിക്കുമ്പോ, നിങ്ങൾ എന്നെ ഒഴിവാക്കിയേ, എന്നെ തലാക്ക് ചൊല്ലിയേ എന്ന് പറയുന്ന ചില സ്ത്രീകളില്ലേ, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അയ്യുമംറഅത്തിൻ സഅലത് സൗജഹ തലാഖ, ഭാര്യ ഭർത്താവിനോട് തലാക്ക് ചോദിക്കുന്ന ഏതൊരു പെണ്ണും മിൻ ഗൈരി ബഅസിൻ, അതേ തലാക്ക് വാങ്ങേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും അവനില്ല. അവൻ കള്ളു കുടിച്ചിട്ട് യാതൊരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ടല്ല, അവൻ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, അവൻ കുഷ്ഠരോഗമുള്ളത് കൊണ്ടല്ല, പകർച്ചവ്യാധി പിടിച്ചിട്ടല്ല, അങ്ങനെയുള്ള കാരണങ്ങളൊന്നുമില്ലാതെ സ്വന്തം ഭർത്താവിനോട് തലാക്ക് ചോദിക്കുന്ന പെണ്ണ്, അതേ ഫഹറമല്ലാഹു അലൈഹാ റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ വാസന അവളുടെ മേൽ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കാണേ ഉമ്മമാരെ. അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാരെ പൊരുത്തം വാങ്ങി ജീവിച്ചോ, സ്വർഗത്തിൽ കടക്കാം. അതല്ലേ മറ്റൊരു ഹദീസിൽ അവിടുന്ന് പഠിപ്പിച്ചത്, അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദ് ദഖലത്തിൽ ജന്ന. ഏതൊരു പെണ്ണാണോ ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിക്കുന്നത്, ആ പെണ്ണ് സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഉമ്മമാരെ, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുന്ന ഉമ്മമാരാകണം.